അങ്ങയെക്കുറിച്ച് പറയുന്നത് അങ്ങ് നല്ല വ്യക്തിയാണ്, പക്ഷെ തെറ്റായ പാർട്ടിയിലാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം തിരിച്ച് മറുപടി വളരെ ചിരിച്ച് കവി ഹൃദയമാണ് അപ്പോൾ പുറത്ത് ചാടിയത്. നല്ല തേനൂറുന്ന രുചി മാത്രം ഉൾക്കൊള്ളുന്ന ഒരു മാമ്പഴം നിങ്ങൾ രുചിച്ചിട്ട് ഈ മാമ്പഴം നന്നായിരിക്കുന്നു, പക്ഷെ അത് പേറുന്ന മരം അത്ര നല്ലതല്ല എന്ന് പറയുന്നതിന് എങ്ങനെ നമ്മൾ പുച്ഛിച്ച് തള്ളും? അതുപോലെ തള്ളുവാനേ സാധിക്കും. പടരണമെങ്കിൽ, ഞാൻ ഇവിടെ നിന്ന് ആദ്യം ഉപയോഗിച്ച വാക്ക് പടരും എന്നതാണെങ്കിൽ, ആ പടർത്തുന്നതിനുള്ള ഒരു സംഘശക്തി അത് ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ 11 വർഷം മുമ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിൽ ആ നന്മ കേരളത്തിലേക്കും പടരണമെങ്കിൽ അതിനുള്ള തുടക്കം കുറിച്ചത് നേമത്താണ്. നേമത്ത് പക്ഷേ അക്കൗണ്ട് പൂട്ടിച്ചു എന്ന് വളരെ മ്ലേച്ഛമായ ജനാധിപത്യ വിരുദ്ധമായ വാക്കുകൾ ഉപയോഗിച്ചതിന് കുറച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ, ആ പൂട്ടിച്ചതിന് ജനാധിപത്യത്തിന്റെ നട്ടലൊടിക്കുന്ന തരത്തിലുള്ള വോട്ട് പ്രീണനത്തിലൂടെയായാലും മറ്റേത് അധമ മാർഗത്തിലൂടെയായാലും അങ്ങനെ ഒരു അവിഹിത സഖ്യം ചേരൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ ഒരു സീറ്റ് എന്ന് പറയുന്നത് പിച്ചി ചീന്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിന് കൊടുത്ത കുറുക്കിനടിയാണ് 7 മണ്ഡലങ്ങൾ അടങ്ങുന്ന, അതിൽ 6 മണ്ഡലങ്ങളിൽ വമ്പിച്ച മുന്നേറ്റം. ഈപ്പന്റെയും ഒക്കെ അന്തസ് ചോർത്തിക്കളയുന്ന, ഇല്ലായ്മ ചെയ്ത് കളയുന്ന, കത്തിച്ചു കളയുന്ന 6 മണ്ഡലത്തിലും ഏതാണ്ട് 5000-ന് മേലെ, ഞാൻ എണ്ണം കൃത്യമായി പറയുന്നില്ല, 75,086 വോട്ട് അല്ലേ? അതിലേക്ക് എത്തണമെങ്കിൽ 800 ചില്ലുവാന വോട്ട്, അതിലേക്ക് എത്തണമെങ്കിൽ ഈ 7 മണ്ഡലങ്ങളിൽ നിന്ന് എത്ര വെച്ച് കിട്ടിച്ചാൽ ഗുരുവായൂർ മാത്രമാണ് നമുക്ക് ചെറിയൊരു ശോഷണമുണ്ടായത്. അപ്പൊ അങ്ങനെയുള്ള നിശ്ചയങ്ങളിലേക്ക് എത്തിക്കുന്നത് രാഷ്ട്രീയ കക്ഷികളിലല്ല, രാഷ്ട്രീയ കക്ഷികളിലുള്ള വ്യക്തികളുണ്ട്.